ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ എംഎൽഎയും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ അറസ്റ്റിലായത് ഇന്നലെയാണ്. മണിക്കൂറുകളോളം രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്ത പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ പാർട്ടി സംരക്ഷണം തേടി സിപിഎമ്മിലെ പല ഉന്നതരുമായും പത്മകുമാർ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് ഉറപ്പായതോടെ പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞു. ഇതോടെയാണ് വ്യാഴാഴ്ച പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചത്. നിങ്ങൾ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുവെന്നാണ് SITയോട് പത്മകുമാർ പറഞ്ഞത് എന്നാണ് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകളാണ് പത്മകുമാറിനെ കുരുക്കായത് എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സബ് ജയിലിലാണ് പത്മകുമാറിനെ ഇന്നലെ പാർപ്പിച്ചത്. കേസിൽ 8ാം പ്രതിയായ പത്മകുമാർ ജയിലിൽ ആദ്യ ദിവസം തന്നെ അസ്വസ്ഥനായിരുന്നു. പത്മകുമാറിലൂടെ അന്വേഷണ സംഘം ഇനി എത്താൻ പോകുന്നത് CPM എന്ന പാർട്ടിയുടെ തന്നെ ഉള്ളറകളിലേക്കാകും എന്ന ചിന്ത നേതാക്കളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം അറസ്റ്റിനു മുൻപ് പത്മകുമാറിന്റെ പേര് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ തന്നെ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ എന്ന ഒരു വാക്ക് വലിയ കുരുക്കാകും. ഒപ്പം പത്മകുമാറിലൂടെയും വാസുവിലൂടെയും CPMന്റെ നേതൃനിരയിലേക്കും എന്തിനധികം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും വരെ അന്വേഷണം നീണ്ടേക്കാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. ഇതൊക്കെ പത്മകുമാറിനെ ജയിലിനകത്തും അസ്വസ്ഥനാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അന്നത് വെറുമൊരു പ്രസ്താവനയായിരുന്നുവെങ്കിലും അന്നേ ചില ദുസ്സൂചനകൾ അതിലുണ്ടായിരുന്നു. ഇന്ന് പത്മകുമാർ അറസ്റ്റിലായതോടെ ആരാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. ആരാണ് പത്മകുമാറിന്റെ ദൈവതുല്യർ? ഇനി അതുകൂടി ചുരുളഴിഞ്ഞേക്കും. അത് പല വിഗ്രഹങ്ങളും ഉടയുന്നതിന് കാരണമാകുമോ എന്നാണ് അറിയേണ്ടത്. CPMന്റെ ഉന്നത നേതൃനിരയാണോ ഈ ദൈവതുല്യർ എന്ന ചോദ്യം പൊതുസമൂഹം പരസ്പരം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതു മുതൽ ഒരു മാസത്തിനപ്പുറം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അറസ്റ്റ് വരെയുള്ള സ്വർണ്ണ കവർച്ച അന്വേഷണം CPMനെ എത്തിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അംഗങ്ങൾ അറിയാതെ പത്മകുമാർ ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി. പച്ചമഷി കൊണ്ടാണ് തിരുത്തൽ വരുത്തിയത്. പത്മകുമാറിനെതിരെ ഇത് നിർണായക തെളിവായി മാറി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കെ മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്ര മുതലുകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും അത് മറികടന്ന് മറ്റ് കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ ഈ വിഷയം അവതരിപ്പിച്ചു. ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയത് അതിനുശേഷമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ നടപടി സ്വീകരിക്കണമെന്ന് പത്മകുമാർ നിർദ്ദേശം നൽകിയതായി മുരാരി ബാബുവും സുധീഷുമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് 2019 എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അതുവഴി 1ാം പ്രതിയുടെ കൈവശം സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും സ്വർണം കവർച്ച ചെയ്യുന്നതിനും ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം മുൻ കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോറ്റിയുടെ അപേക്ഷയിൽ പത്മകുമാർ അമിത താൽപര്യമെടുത്തുവെന്നും N വാസു മൊഴി നൽകിയിട്ടുണ്ട്. നടപടി വേഗത്തിലാക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയെന്നും വാസുവിന്റെ മൊഴിയിൽ പറയുന്നു. 4 പതിറ്റാണ്ട് കാലമായി CPMന്റെ ഭാഗമാണ് എ പത്മകുമാർ. 34ാം വയസ്സിൽ MLA ആയ പത്മകുമാർ CPMൽ പിണറായി പക്ഷത്തിന്റെ അടിയുറച്ച നേതാവായിരുന്നു. പത്തനംതിട്ട ജില്ല രൂപീകൃതമായതു മുതൽ ജില്ലാ കമ്മിറ്റി അംഗമായി. അത് ഇപ്പോഴും തുടരുന്നു.
ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് പാർട്ടി നോമിനികളായി CPM ആനയിച്ച N വാസുവും പത്മകുമാറും അഴിക്കുള്ളിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ ആകെ കുഴഞ്ഞ അവസ്ഥയിലാണ് നേതാക്കൾ. CPM എന്ന പാർട്ടി രാഷ്ട്രീയമായി തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരന്മാർ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കരുതുന്നത്. പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് എങ്കിലും അതൊരു ദുർബലമായ പ്രതിരോധമാണ് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ നന്നായി അറിയാം. ഒപ്പം പാർട്ടി നേതാക്കൾ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്ക് പങ്കില്ല എന്ന് സ്വർണ്ണ കവർച്ചയെ ന്യായീകരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കടക്കം മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റ് എന്നത് ഒരു വസ്തുതയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പത്മകുമാർ പിന്നീട് DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയായി. വളരെ ചെറുപ്പത്തിൽ, അതായത് 25-ാമത്തെ വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന ഭാരിച്ച ഉത്തരവാദിത്വം, 34-ാമത്തെ വയസ്സിൽ 1991 കോന്നിയിൽ നിന്ന് MLA, സഹകരണ ഗ്യാരണ്ടി ബോർഡ് വൈസ് ചെയർമാൻ. തൊട്ടടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലും 1996-ലും 2001-ലും യഥാക്രമം കോന്നിയിലും ആറന്മുളയിലും മത്സരിച്ചുവെങ്കിലും തോൽക്കുകയും ചെയ്തു. ആദ്യമായല്ല ഒരു തട്ടിപ്പ് കേസിൽ പത്മകുമാർ ഉൾപ്പെടുന്നത്. ആറന്മുള നാൽക്കാലിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരിക്കെ അംഗങ്ങളറിയാതെ അവരുടെ പേരിൽ കാർഷിക വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ക്രമക്കേട് നടത്തിയ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. MLA ആയതിനു പിന്നാലെയായിരുന്നു ഇത്. പിന്നീട് വന്ന ഇടത് സർക്കാരാണ് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. ഒരു കാലത്ത് CPMനെ ഗുരുതരമായി ബാധിച്ച വിഭാഗീയതയുടെ കാലത്ത് പത്തനംതിട്ടയിലെ ഭൂരിഭാഗം നേതാക്കളും VSനൊപ്പം നിന്നപ്പോൾ പിണറായി പക്ഷത്ത് അടിയുറച്ചു നിന്ന ഒരേ ഒരു നേതാവ് പത്മകുമാർ ആയിരുന്നു. ആ സ്നേഹബന്ധം തന്നെയാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെത്തിച്ചതും പത്മകുമാറിന്റെ പേര് ഉയർന്നതു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശബ്ദനാക്കിയതും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉടക്കിയതാണ് പത്മകുമാറിനെ ദേവസ്വത്തിന്റെ തലപ്പത്തെ സിംഹാസനത്തിലേക്ക് വഴിവെട്ടിയത്. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന്റെ സമയത്തെല്ലാം പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 1/2 ഡസൻ അറസ്റ്റുകളാണ് ഇതുവരെ നടന്നത്. ഇനി ആര് എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്, ഒപ്പം ആകാംക്ഷയും. പത്മകുമാറിന്റെ അറസ്റ്റോടെ ദേവസ്വം ബോർഡിലെ അന്നത്തെ മറ്റ് അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളും. വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് തന്നെ CPMനെ പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. CPI നേതാവ് KP ശങ്കരദാസ്, CPM പ്രതിനിധി N വിജയകൃഷ്ണൻ എന്നീ അന്നത്തെ അംഗങ്ങളെ ഇതിനോടകം ചോദ്യം ചെയ്തതായാണ് വിവരം. ഇനിയും ഒരു അറസ്റ്റ് CPMനെ പ്രതിനിധീകരിച്ച് നടന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധിക്കാനാകാത്ത അവസ്ഥയിലേക്ക് അത് പാർട്ടിയെ തള്ളിവിടും.